ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗത്തിനിടെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം നടന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഋഷഭ് പന്തിനെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തിയതിനെയും ശ്രേയസ് അയ്യരെ തിരികെ വിളിക്കുന്നതിനെയും ഗംഭീർ എതിർത്തുവെന്നാണ് പറയപ്പെടുന്നത്. ശ്രേയസ് അയ്യരെ തിരികെ വിളിക്കുന്ന കാര്യത്തിൽ ഗംഭീറിന് താല്പര്യമില്ലായിരുന്നുവെന്നും അതുപോലെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തിയതിനോടും ഗംഭീർ വിയോജിച്ചുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഋഷഭ് പന്ത് ഏകദിനങ്ങളിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആയിരിക്കുമെന്നായിരുന്നു അഗാർക്കർ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഒരു മത്സരത്തിൽ പോലും ഋഷഭ് പന്തിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചിട്ടില്ല. ടീമിലുണ്ടായിരുന്ന ബാക്കി 14 താരങ്ങൾക്കും ഒരു മത്സരത്തിലെങ്കിലും പ്ലേയിങ് 11-ൽ കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ആദ്യ 2 കളികളിലും KL രാഹുലിനും തിളങ്ങാൻ കഴിയാഞ്ഞിട്ട് പോലും ഋഷഭ് പന്തിന് മാത്രമാണ് ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിക്കാതിരുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ശേഷം KL രാഹുലാണ് ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന് ഗംഭീർ പ്രത്യേകം എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമാണ്. തന്റെ സമ്മതമില്ലാതെ അഗാർക്കർ ടീമിൽ ഉൾപ്പെടുത്തിയ ഋഷഭ് പന്തിനെ വെട്ടുകയാണ് ഇതിലൂടെ ഗംഭീർ ചെയ്തത് എന്നാണ് വിലയിരുത്തൽ.